ഇന്നത്തെ നമ്മളുടെ വിഭവം നല്ല നാടൻ രീതിയിലുള്ള കൊഞ്ച് റോസ്റ്റാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത്രയും ടേസ്റ്റായിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. കിടിലൻ ടേസ്റ്റുള്ള ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടാലോ? അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഇതുപോലെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേലത്തെ ഷെല്ലെല്ലാം കളഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ അതിൻ്റെ മുതുകിൽ ഈ സ്ഥലത്ത് ചെറിയൊരു നാരുണ്ടാവും കേട്ടോ. നമുക്കതിനെ എടുത്ത് കളയണം. അതല്ലെങ്കിൽ ഒരു കയ്പ്പൊക്കെ രസമുണ്ടാവും. പിന്നെ അത് വയറ്റിക്കും അത്ര നല്ല സാധനമല്ല കേട്ടോ. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ അഴുക്കങ്ങ് ഇവിടുന്ന് മാറ്റിയെടുക്കാം കേട്ടോ. എളുപ്പത്തിൽ തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പതുക്കെ ഒന്നിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മാത്രം മതിയാവും. കണ്ടില്ലേ, ഇതാ ഇങ്ങനെ ഒരു നാര് പോലുള്ള സാധനം കേട്ടോ. നമുക്കത് ഇങ്ങനെ എടുത്ത് മാറ്റണം. എല്ലാ ചെമ്മീനും ഓരോന്നായിട്ട് ഇതുപോലെ മുതുകിൽ വരഞ്ഞ ശേഷം നമുക്കിതിനെ എടുത്ത് മാറ്റാം. എല്ലാ ചെമ്മീനും ഞാൻ അതിൻ്റെ മുതലുള്ള ഈ ഒരു നാര് എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ 3-4 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് പുരട്ടിയെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം കുരുമുളക് പൊടി കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഉപ്പും മുളകൊക്കെ പിടിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് പുരട്ടിയെടുക്കാം. ചെമ്മീനെ നമുക്കിതുപോലെ മസാലയൊക്കെ പുരട്ടിയ ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതിന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. 10 മിനിറ്റിന് ശേഷം നമുക്കതിനെ ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെമ്മീൻ റോസ്റ്റ് അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ കഷ്ണങ്ങൾ ഇതുപോലെ അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് നിരത്തി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് അങ്ങനെ ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. 1.5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിന് എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മൊത്തത്തിൽ 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 2 വശവും തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അത്രയും സമയം വറുത്താൽ മതി. പിന്നെ നമ്മളതിനെ റോസ്റ്റ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് വെന്തോളും കേട്ടോ. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചെമ്മീനൊക്കെ 2 വശവും നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ വേവിച്ചെടുക്കാം. റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസുള്ള ഒരു സവോളയും പിന്നെ ഒരു ചെറിയ സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് നല്ല നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. നല്ല സ്ലൈസായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. പിന്നെ ഒരു തക്കാളി കൂടെ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തക്കാളി മതിയാവും. ഇനി നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം ഈ സവാളയൊക്കെ നല്ലൊരു പിങ്ക് കളറാവുന്ന വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. സവോളയൊക്കെ വഴന്ന് വന്ന ശേഷം നമുക്കതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്ന വരെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു റെഡ് കളർ കിട്ടും കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം.
പിന്നെ അല്പം ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് നല്ല സ്മാഷായി വരുന്നതിന് വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സവാളയും തക്കാളിയൊക്കെ വഴന്ന ശേഷം നമുക്ക് അടപ്പ് കൊണ്ട് അടച്ചിട്ട് 5 മിനിറ്റ് ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം എന്താ തക്കാളിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ കൊഞ്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഫുള്ളായിട്ട് അങ്ങ് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ചേർത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. മസാലയും കൊഞ്ചും ഒക്കെ ചേർത്തപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ നമ്മളുടെ കിച്ചണിൽ വരുന്നത്. ഇനി നമുക്കിതിനെ അങ്ങ് ഇതുപോലെ അങ്ങ് ലെവലാക്കി വെച്ച ശേഷം നമുക്കതിലേക്ക് ഇഷ്ടം പോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടപ്പ് വെച്ചിട്ട് 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതിനെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. 5 മിനിറ്റിന് ശേഷം ഇതാ നമ്മളുടെ ചെമ്മീനൊക്കെ വെള്ളം വന്നിട്ട് ഗ്രേവി നല്ലപോലെ ചാറായിട്ട് വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണമെങ്കിൽ നമുക്കിതിനെ കഴിക്കാം കേട്ടോ. ഇനി അല്പം കൂടി നമുക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം കേട്ടോ. ആഹാ, നമ്മളുടെ പേളി മാണിക്ക് ഇഷ്ടപ്പെട്ട ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം.